മദ്യം കുടിച്ച് പന്തയം വെക്കൽ ഒരു സാധാരണ സംഭവം തന്നെ. എന്നാൽ മദ്യത്തിനൊപ്പം സാനിറ്റൈസർ കൂടിയായാലോ? പന്തയം വെച്ച് ഒരു കുപ്പി വിസ്കി ഒറ്റയടിക്ക് കുടിച്ച സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. ബാങ്ക് ലെസ്റ്റർ എന്നറിയപ്പെടുന്ന തങ്കം കാന്തി എന്ന തായ്ലൻഡ് സ്വദേശിയാണ് മരിച്ചത്. 350 ml മദ്യമാണ് 21-കാരനായ ഇയാൾ ഒറ്റയടിക്ക് കുടിച്ചു തീർത്തത്. പന്തയം വെച്ച് സാനിറ്റൈസർ ഉൾപ്പെടെ കുടിക്കുന്നത് ഇയാളുടെ പതിവായിരുന്നുവത്രേ. ജന്മദിന പാർട്ടിക്കിടെയായിരുന്നു പന്തയം വെച്ച് മദ്യം കുടിച്ചത്. 64,000 രൂപയായിരുന്നു പന്തയത്തുക. സ്ഥലത്തുണ്ടായിരുന്നവർ പ്രോത്സാഹിപ്പിച്ചതോടെ യുവാവ് വെല്ലുവിളി ഏറ്റെടുത്ത് മദ്യം കുടിക്കുകയും ചെയ്തു. തുടക്കത്തിൽ കുഴപ്പമൊന്നുമുണ്ടായിരുന്നില്ല. എന്നാൽ അല്പം കഴിഞ്ഞതോടെ ഛർദ്ദിക്കുകയും കുഴഞ്ഞു വീഴുകയുമായിരുന്നു. തുടർന്ന് അസ്വസ്ഥത പ്രകടിപ്പിച്ചു. ഉടൻ തന്നെ കണ്ടുനിന്നവർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇയാളുടെ ജീവൻ രക്ഷിക്കാനായില്ല. മദ്യം കുടിക്കുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നതോടെ സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. മരണത്തിന് കാരണക്കാരെയും അതേസമയം ഇതിനെ പ്രോത്സാഹിപ്പിച്ചവരെയും കണ്ടെത്തി പന്തയം വെച്ചവർക്കെതിരെ കേസെടുക്കുകയും ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇവർക്ക് ജാമ്യവും നിഷേധിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കുറ്റങ്ങൾക്ക് തായ്ലൻഡിൽ 10 വർഷം തടവും പിഴയും കൂടിയ ശിക്ഷയും ലഭിച്ചേക്കാം. രാജ്യത്തെ മറ്റൊരാളും ഇത്തരത്തിൽ മരിക്കരുതെന്നും അതിനെ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് തങ്കം കാന്തിയുടെ ആരാധകർ രംഗത്തെത്തിയിട്ടുണ്ട്. നിങ്ങളെ മദ്യപിക്കാൻ പ്രേരിപ്പിച്ചവർ എന്നും കുറ്റക്കാരായിരിക്കണം എന്നാണ് ഒരാൾ അനുശോചന സന്ദേശത്തിൽ കുറിച്ചത്. ബാങ്ക്, നീ പരലോകത്ത് സമാധാനത്തോടെ ജീവിക്കൂ. നിനക്ക് നീതി കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ ചിരിപ്പിച്ചതിനും സന്തോഷിപ്പിച്ചതിനും നന്ദി എന്നാണ് മറ്റൊരു ആരാധകൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും. ഈ കുറ്റകൃത്യത്തിന് തായ്ലൻഡിലെ ശിക്ഷാ നിയമത്തിൽ 10 വർഷം വരെ തടവോ 2 ലക്ഷം ബാറ്റ് വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കുന്നതാണ്. അതേസമയം എക്കാചാട്ട് സ്വയം കീഴടങ്ങി ആരോപണങ്ങൾ സമ്മതിച്ചിട്ടുമുണ്ട്. ഇയാളാണ് കുറ്റക്കാരനെന്നും പോലീസ് പറയുന്നുണ്ട്. പ്രാദേശിക കോടതി അദ്ദേഹത്തിന് ജാമ്യവും നിഷേധിച്ചിട്ടുണ്ട്. തുടർച്ചയായ അന്വേഷണങ്ങൾക്കിടയിൽ കുറഞ്ഞത് 12 ദിവസമെങ്കിലും അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വെക്കുമെന്നാണ് പറയുന്നത്. ക്രിസ്മസ് ദിനത്തിന് ശേഷം രാത്രി എക്കച്ചാട്ടിന്റെ അമ്മയ്ക്കായി സംഘടിപ്പിച്ച ജന്മദിന പാർട്ടിക്കിടെയാണ് ഇങ്ങനെയൊരു സംഭവം നടന്നത്.